ജോയിൻ ആവുന്ന ഈ പോയിന്റ് 3 mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സിഗ്നൽ കിട്ടില്ല. ഒരു സിഗ്നൽ തിരിച്ചപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർ പേഴ്സണലായിട്ട് പോയിട്ട് വണ്ടി ഉണ്ടോ, പോയിന്റ് സെറ്റ് ആയിട്ടുണ്ടോ, അവിടെ ഇപ്പോൾ മുമ്പ് പോയ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടോ, റുഡിമെന്ററി ഇന്റർലോക്കിംഗ്. ഈ റുഡിമെന്ററി ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് അത് പിന്നെ പണ്ടത്തെ ഇതിൽ ഒരു 2 പോയിന്റും ഒരു സിഗ്നലും ഇതൊരു ചാവി വെച്ച് തുറന്ന് ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരാൾക്കും മെക്കാനിക്കൽ അറിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കൽ അറിഞ്ഞിരിക്കണം, ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് റെയിൽവേ സിഗ്നലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലൂടെ യാത്ര തുടരുകയാണ്. സ്വാഗതം. പാലക്കാട് ഫോർ എക്സാമ്പിൾ പാലക്കാട് നിന്ന് കഞ്ചിക്കോടേക്ക് ഒരു വണ്ടി അയക്കണം എന്ന് വെച്ചോളൂ. മാസ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനൊക്കെ ഒരു അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ സിഗ്നൽ മാത്രമല്ല, അയക്കാനുള്ള അതോറിറ്റിയും സിഗ്നൽ തന്നെയാണ്. അടുത്ത സ്റ്റേഷനിലേക്ക് വിളിക്കും. മാസ്റ്റർ ഇങ്ങനെ പറയും, മാസ്റ്റർ ഇങ്ങനെ വണ്ടിയുണ്ട് എന്ന് പറയും. അപ്പോൾ അതിനുള്ള അത് ലൈൻ ക്ലിയർ ഗ്രാൻഡിങ് എന്നാണ് പറയുക. ഇത് ലൈൻ ക്ലിയർ ടേക്കൺ. അതായത് ഒരു വണ്ടി ഒരു സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനിൽ പോകാനുള്ള അതോറിറ്റിയാണ് ലൈൻ ക്ലിയർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു ടോക്കൺ ഇതിൽ വെച്ച് കൊടുക്കും, അതാണ് അതോറിറ്റി. ഒരു സ്റ്റേഷനിൽ കൊടുക്കുന്ന അതോറിറ്റിയാണ്. അത് നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. അത് ഇത് ചെയ്തിട്ടാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ടോക്കൺ പോയി ടോക്കൺ ലെസ്സായി അങ്ങനെ ഓരോ ഡെവലപ്മെന്റ്സ് വന്നിട്ടാണ്. അതിപ്പോൾ യൂറോപ്പിലെ ഒരു വീഡിയോയിലാണ് കണ്ടത്. അതൊക്കെയാണ് ഇനീഷ്യൽ സ്റ്റേജ് ആണ് അതൊക്കെ. പിന്നെ അത് ടോക്കൺ ലെസ്സായി. പിന്നെ ഇപ്പൊ അഡ്വാൻസ് ആയി USB ആണ്. പിന്നെ യൂണിവേഴ്സൽ ഫെയിൽ സേഫ് ബ്ലോക്ക് ഇന്റർഫേസ് എന്നാണ് അതിലൊന്നും വെച്ചാൽ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുക. ഈ ഒരു വണ്ടി ഇവിടുന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്യുപ്മെന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്യുപ്മെന്റ് പറയും ഈ റൂട്ടിൽ വണ്ടി ഉണ്ടോ. ആ എക്യുപ്മെന്റ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് അവിടെ ഇവിടുന്ന് പാലക്കാട് നിന്ന് ഒരു വണ്ടി അയക്കണം. ഇവിടുന്ന് ഒരു 2 ബട്ടൺ, ആ എക്യുപ്മെന്റിന്റെ 2 ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു ലൈൻ ക്ലിയർ എടുക്കുകയെന്നാ പറയാം. ടേക്കിംഗ് ലൈൻ ക്ലിയർ എന്നാ പറയാം. ഈ ലൈൻ ക്ലിയർ എടുക്കുന്ന 2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്യുപ്മെന്റ് കംപ്ലീറ്റ് അടുത്ത സ്റ്റേഷനിൽ ചെന്ന് അവിടെ ഇവിടുന്ന് അവിടെ വരെയുള്ള ലൈൻ ക്ലിയർ ആണോ, അതെ ഈ 2 സ്റ്റേഷനിടയിൽ വേറെ വണ്ടി ഉണ്ടോ, അല്ല ഈ സ്റ്റേഷൻ ഈ പോകുന്ന ട്രാക്ക് വല്ലതും പൂട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഈ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ഇതിന്റെ പോയിന്റ് എന്ന് പറയാം. ഈ ട്രാക്ക് മാറ്റുന്ന ഇതുണ്ടല്ലോ, അത് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ടോ. അതെ, 3.25 mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഇൻഡിക്കേഷൻ കിട്ടില്ല. അത്ര മൈക്രോ ഇതാണ് 3.25 mm ഇൻഡിക്കേഷൻ കിട്ടില്ല. ഈ ജോയിൻ ആവുന്ന ഈ പോയിന്റ് 3 mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സിഗ്നൽ കിട്ടില്ല. അതും എല്ലാം അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിട്ട് മാത്രമേ ഇവിടെ വന്ന് ഇവർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. 2-3 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഓക്കെ കിട്ടുള്ളൂ. ടെക്നോളജിക്കലാണ്, കംപ്ലീറ്റ്ലി. മാനുവലി പരിപാടി കുറവാണ് ഇതിനകത്ത്. ഇല്ല, അതാ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്നല്ല, അവർക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് എപ്പോഴാണ് ഇതിൻ്റെ വർക്ക് വരുന്നവരോ റെസ്പോൺസിബിലിറ്റി കൂടുന്ന എപ്പോഴാ വെച്ചാൽ ഈ സിഗ്നൽ വർക്ക് ചെയ്യാതിരുന്നു വെച്ചോ, ഇൻ കേസ് ഫെയിലായി. മനസ്സിലായി. ഇത് ഒരു സിഗ്നൽ തിരിച്ചപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർ പേഴ്സണലായിട്ട് പോയിട്ട് വണ്ടി ഉണ്ടോ, പോയിന്റ് സെറ്റ് ആയിട്ടുണ്ടോ, അവിടെ ഇപ്പോൾ മുമ്പ് പോയ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടോ, ഇതൊക്കെ പേഴ്സണലായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവരുടെ അതുമാതിരി വണ്ടി ഉള്ളിലോട്ട് വരുന്ന സമയത്ത് അവർ പോയിട്ട് പൈലറ്റിംഗ് എന്നാണ് പറയാം. സിഗ്നലിൽ പോയിട്ട് ഇത് മാഷ് ഒരു നോബ് തിരിച്ച സിഗ്നൽ കിട്ടും, അവർ വണ്ടി വരും. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല വെച്ചോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ മാഷ് പോയിട്ട് കംപ്ലീറ്റ് പോയിന്റ് ലോക്ക് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് അവിടെ മെമ്മോ കൊടുത്തിട്ട് വണ്ടി റിസീവ് ചെയ്യും. ടെക്നിക്കലി ചെയ്യേണ്ട കാര്യം മാനുവലി ചെയ്തിട്ട് വരണം.
അപ്പോൾ അത്രയും സമയം എടുക്കും. പിന്നെ അത്രയും സമയം രണ്ട് സ്റ്റേഷൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അല്ല ഇവിടുന്ന് അല്ല ഈ സ്റ്റേഷനിൽ തന്നെ വണ്ടി അയച്ചു, ഈ സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ സിഗ്നൽ ഇവിടെ കിട്ടുന്നില്ല പറഞ്ഞാൽ തിരിച്ചപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വിചാരിച്ച് ഇവിടുന്ന് ആ സിഗ്നലിലേക്ക് പോയി മെമ്മോ ആയിട്ട് പോയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് തിരിച്ച് ഈ സിഗ്നലിൽ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ മെമ്മോ വരികയാണ്, ഞാൻ നിങ്ങളെ റിസീവ് ചെയ്യാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാമായിട്ട് പോകുള്ളൂ. തിരിച്ച് സ്റ്റേഷനിലെത്തി അത് ഡോക്യുമെന്റ് ചെയ്തിട്ട് വണ്ടി വിടാൻ അത്രയും ലാഗ് ഉണ്ടാവും. പക്ഷേ സാധാരണ ഇതിൽ സാങ്കേതിക പ്രശ്നം അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. അതാണല്ലോ നമ്മുടെ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ഓരോ സ്റ്റാഫിന് ഓരോ സ്റ്റേഷനിലും ആൾക്കാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്താലേ പക്ക. എത്ര സ്റ്റാഫ് ഉണ്ടാവും നമുക്ക് ഞാനൊക്കെ ഒരു സ്റ്റേഷനിൽ ഒരു ആവശ്യം വലിയ സ്റ്റേഷൻ ഒരു സ്റ്റേഷനിൽ ആവശ്യം ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ആവശ്യമാണ്. എല്ലാ ഏത് സമയത്തും സിഗ്നൽ ഫെയിലർ ആവുമെന്ന് അറിയില്ലല്ലോ. അതിനുള്ള കണ്ടീഷൻസ് ഇല്ല ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കൊന്നും ആൾക്കാർ കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 2-3 സ്റ്റേഷനിൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. അവർ ഇൻഫർമേഷൻ കൊടുത്ത് അവർ ഉടനെ ഇപ്പോൾ വെഹിക്കിളും കൊടുത്തിട്ടുണ്ട്, ഉടനെ വരും. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം എമർജൻസി ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ അവർ മെസ്സേജ് വരും, അയക്കും, ഉടനെ അവർ വെഹിക്കിളെത്തും, അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് സിഗ്നലിൽ വണ്ടി പോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ സ്പീഡ് സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിഗ്നലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടീസ് പോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ SM-ൻ്റെ കൺട്രോളറുടെ ഡ്യൂട്ടി പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റാണിത്. ഇവർക്ക് ഇവരുടേതായ മാത്രം, കാരണം ഇവരാണ് ഈ സേഫ്റ്റിയെ മുഴുവൻ ഷോൾഡേഴ്സിൽ എടുക്കുന്നത് അല്ലേ. ഇവരുടെ ഒരു പിഴവ് മതി വണ്ടി നിർത്തേണ്ട വണ്ടി പോകാനോ പോകേണ്ട വണ്ടി നിർത്താനോ ഒക്കെ അല്ലേ. അപ്പോൾ അപകടം എന്ന് വിളിക്കുന്ന ഒരു സാധനം എപ്പോഴും ഒരു ഭീഷണിയാണ് അല്ലേ. ഒരു ചെറിയ അശ്രദ്ധ മതി. കാരണം ഈ ലോക്കോ പൈലറ്റ് വേറെ ഒന്നും നോക്കുന്നില്ലല്ലോ, പുള്ളിക്ക് ഓഡിയോ സിഗ്നലൊന്നും കിട്ടുന്നില്ലല്ലോ. പ്രധാനമായും കിട്ടുന്നത് ഈ സിഗ്നൽ ഇൻഫർമേഷൻ കളേഴ്സ് നോക്കിയാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് അല്ലേ. ബാക്കി ചാർട്ട്, ആ സ്റ്റേഷൻ ചാർട്ട് ഉണ്ടെങ്കിലും കണ്ണ് മുഴുവൻ കളേഴ്സിലാണ്. ഈ കളേഴ്സ് കൊടുക്കേണ്ട ഒരു ഹെവി ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഒരു കളർ മാറി വേറൊരു കളർ വന്നു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഇന്റർലോക്കിംഗ് മാറി എന്നുള്ളതാണ്. പിന്നെ മുഴുവൻ കാര്യങ്ങൾ മാറി മനസ്സിലായോ. ഇപ്പോ ഈ പറഞ്ഞ മാതിരി പോയിന്റ് സെറ്റ് ആയില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ആവാതെ ഒരു സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒബേ ചെയ്തു പറഞ്ഞാൽ കംപ്ലീറ്റ് സേഫ്റ്റി തീർന്നു അല്ലേ. അതാണ്. മാത്രമല്ല മറ്റൊരു വാഹനം പോലെ അല്ലല്ലോ, ഇതിനകത്തൊരു അപകടം ഉണ്ടായ കലാമിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ സേഫ്റ്റി, ആ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് അവിടുത്തെ അതിന്റെ ഓരോ സ്റ്റാഫിനും ടോപ്പ് ടു ബോട്ടം അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ റോഡ് ആക്സിഡന്റ് പോലെ അല്ല, റെയിൽവേയുടെ ആക്സിഡന്റ് ഉണ്ട്, അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടങ്ങൾ കൂടുതലാണ് അല്ലേ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു മൈനർ ആക്സിഡന്റ് ആണെങ്കിൽ കൂടി കൺട്രോളറുടെ ഒരു വിഭാഗത്തെ അന്വേഷണം നടക്കേണ്ടതുണ്ട്, SM-ന്റെ നടക്കേണ്ടതുണ്ട്, ലോക്കോ പൈലറ്റ് നടക്കേണ്ടതുണ്ട്. ഇപ്പൊ പേഴ്സണലി എന്റെ പുതിയ അറിവിൽ ഈ സിഗ്നലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്ച്വലി കംപ്ലീറ്റ് ട്രെയിൻ ഗതാഗതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ട്രെയിൻ ഗതാഗതത്തിന് സേഫ്റ്റിയോടുകൂടി ഓട്ടുക പറയുന്നത് അതെ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിനകത്തുണ്ടാവുന്ന പിന്നെ ഒരു ആക്സിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേൽ വരും. അതെ, ആദ്യം ഇത് ചോദിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് വേറെ എന്തെങ്കിലും വിധത്തിൽ ഒന്നും വേണ്ട. നമ്മൾ പിന്നെ ഒരു വണ്ടി ലേറ്റായി, ട്രെയിൻ ലേറ്റായി എന്ന് വരച്ചോളൂ, ഉടനെ ഞാൻ പിന്നെ ഇതില് കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി ട്രെയിൻ ലേറ്റായി. ആദ്യം വരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ സിഗ്നൽ തകരാറ് കാരണം ട്രെയിൻ ഇത്ര മണിക്കൂർ ലേറ്റാണ്. അപ്പൊ ആദ്യം വരുന്ന ഇൻഫർമേഷൻ, ആദ്യം കൊടുക്കുന്ന തലയിൽ വരുന്നത് അപ്പൊ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റിന്റെ തകരാറ്, അതായത് ഈ സിഗ്നലിന്റെ തകരാറ് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അതിനനുസരിച്ച് സിഗ്നൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി അത് ഫെയിലാവാതെ അത് പ്രോപ്പർ വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റാഫിനാണ്. അത് ടോപ്പ് ടു ബോട്ടം, ഇന്നാണെന്നല്ല, ടോപ്പ് ടു ബോട്ടം എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത റോഡ് ട്രാൻസ്പോർട്ട് പോലെ അല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പുറത്തൂടെ കയറ്റി വിട്ട് പോകാം എന്ന് നടക്കുന്ന കേസല്ലല്ലോ. ഈ ട്രാക്കിൽ കൂടെ തന്നെ പോകണം. ഈ ട്രാക്കിലൂടെ പോകണമെങ്കിൽ ഈ പറഞ്ഞ സിഗ്നൽ ഓക്കെ ആയിരിക്കണം. അതെ,
അപ്പോൾ അത് കൂടാതെ ഒരു വണ്ടി ഇപ്പോൾ പിന്നെ ഉള്ളിൽ വന്നു വരത്തുള്ളൂ. ഒരു വണ്ടി കംപ്ലീറ്റ് ഇപ്പോഴത്തെ പുതിയ എക്യുപ്മെന്റ് പ്രകാരം BPAC പറയും, ബ്ലോക്ക് പ്രൂവിങ് ആക്സിൽ കൗണ്ടർ. ഇതൊക്കെ ഇങ്ങനെയുള്ള പുതിയ എക്യുപ്മെന്റ് കാരണം ഒരു സിഗ്നൽ, ഒരു ട്രെയിൻ കംപ്ലീറ്റ് പിന്നെ ഇത് ഗുഡ്സ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിൽ അതിൻ്റെ എൻ്റെ ബോഗി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്യുപ്മെന്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പിന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ രണ്ട് എൻഡിലും അകത്ത് വന്ന അതൊക്കെ ഈ ട്രാക്കിൽ നമ്മളെ എക്യുപ്മെന്റ് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പം പക്ഷേ എല്ലാ പ്ലാറ്റ്ഫോംസും നീളം കൂടിയിട്ടുണ്ടല്ലോ. നീളത്തിൻ്റെ അല്ല, ഇപ്പോൾ സപ്പോസ് ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു, ഫോർ എക്സാമ്പിൾ, അങ്ങനെ സംഭവിക്കില്ല, ഒരു ബോഗി കട്ടായിട്ട് അവിടെ നിന്നുപോയി. ഓക്കെ, ഇത് ഇളകിപ്പോയി ഒന്ന് അവിടെ നിന്നുപോയി. അത് അവിടുന്ന് എത്ര 70 ബോഗി, 70 വീല് അവിടുന്ന് വീലാക്കി കൗണ്ടിങ് ആണ്, ആക്സിൽ കൗണ്ടിങ് ആണത്. ഈ 70 ആക്സിൽ അവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ആ 70 ആക്സിലും ഇവിടെ വന്ന് ക്ലിയർ ആവണം. എങ്കിലും മാത്രമേ അടുത്ത വണ്ടിക്ക്, കാരണം ഒരെണ്ണം അവസാനം, അതായത് LV പിന്നെ അടർന്ന് മാറിയിരുന്നാലും ഇത് സിഗ്നൽ കിട്ടില്ല, കാരണം ഈ ഇത്രയും വീല് കവർ ചെയ്തില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ അത്രയും പിന്നെ സേഫ്റ്റി ഇൻവോൾവ് ആണ് ഇപ്പം. അതായത് നമ്മളുടെ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഭാഗമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് പണ്ട് ഇത് സിഗ്നൽ ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ പണ്ട് റൂഡിമെന്ററി ഇന്റർലോക്കിംഗ് എന്ന് പറയും. ആദ്യം തുടക്കം റൂഡിമെന്ററി ഇന്റർലോക്കിംഗ്. ഈ റൂഡിമെന്ററി ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് അത് പിന്നെ പണ്ടത്തെ ഇതിൽ പിന്നെ 2 പോയിന്റും ഒരു സിഗ്നലും ഇതൊരു ചാവി വെച്ച് തുറന്ന് ഒക്കെ ചെയ്യുന്ന അത് ഇന്റർലോക്കിംഗ് തന്നെയാണ്. അതും ഇന്റർലോക്കിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് വന്നു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഇതുണ്ടല്ലോ, സിഗ്നൽ ആം ഇങ്ങനെ കൈനാട്ടി എന്ന് പറയും നമ്മുടെ പഴയ ഇതിൽ സിഗ്നൽ. ഈ കൈ പൊങ്ങും താഴും ചെയ്യുന്ന അതും സിഗ്നലാണ്. അതിന്റെ പിന്നെ ഇംപ്രൂവ്മെന്റ് ഇതാണ് കളർലൈസ് സിഗ്നൽ. അപ്പൊ ഇതൊക്കെ ഇന്റർലോക്കിംഗ് ആണ്. ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ്, ഞാൻ പറഞ്ഞില്ലേ, റൂഡിമെന്ററി ഇന്റർലോക്കിംഗ് കഴിഞ്ഞു, അത് മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് ആയി. ആ മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് കഴിഞ്ഞു, പിന്നെ പാനൽ ഇന്റർലോക്കിംഗ് ആയി. പാനൽ ഇന്റർലോക്കിംഗ് ജസ്റ്റ് ഒന്ന് ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ പാനൽ ഇന്റർലോക്കിംഗ് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പോയിന്റിന് സെപ്പറേറ്റ് നോബ്, സിഗ്നലിന് സെപ്പറേറ്റ് നോബ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് നോബുണ്ട്. ഓക്കെ, അത് തിരിക്കണം. പിന്നെ അതിൻ്റെ ശേഷമാണ് റൂട്ടർ ലൈൻ ഇന്റർലോക്കിംഗ് വന്നത്. അതൊരു ബട്ടണും ഒരു നോബും തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാം സെറ്റായിട്ട് എന്തൊക്കെ പ്രൂവ് ചെയ്യണോ അതൊക്കെ ചെക്ക് ചെയ്ത് ആ പോയിന്റ് ആ സെറ്റ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 ഒരു വണ്ടി വരികയാണ്, മനസ്സിലായോ? ആ പ്ലാറ്റ്ഫോം 1 എല്ലാ പോയിന്റും സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഒക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ സിഗ്നൽ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അത് അവിടെ എത്താനുള്ള ബാക്കി എല്ലാം ഇതൊക്കെ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതാണ്. ഓക്കെ, അത് പിന്നെ സർക്യൂട്ടറിയാണ് കംപ്ലീറ്റ് ഇലക്ട്രിക്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഈവൻ ഏറ്റവും താഴെ എംപ്ലോയിക്ക് പോലും ക്വാളിഫിക്കേഷൻ, പിന്നെ ഇപ്പോൾ വരുന്ന കുട്ടികൾ മുഴുവൻ ബിടെക്കും ഇതൊക്കെയാണ്. അതിലിപ്പോ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? മുൻപ് SSLC ആണ്. എന്നിട്ട് അവിടെ കൊണ്ട് ട്രെയിനിങ് കൊടുത്തു. അതെ, ട്രെയിനിങ് നമുക്ക് 1 വർഷത്തെ ട്രെയിനിങ് ആണ്. ഓരോ കാറ്റഗറിക്കും ഇങ്ങനെയാണ്. ഓരോ കാറ്റഗറിക്കും പിന്നെ ഏറ്റവും ബോട്ടം ഇതിന് SSLC മതി. അതിന് ടെക്നിക്കൽ ഇതിന് വേണമെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരുന്നു. ഇപ്പോൾ വരുന്ന എല്ലാ പിന്നെ ബോട്ടം ലെവലിലെ ബിടെക് ആണ്. കാരണം ആവശ്യമാണ്. നമ്മുടെ ടെക്നിക്കൽ ഇതിൽ വരുന്ന ഓരോ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരാൾക്കും മെക്കാനിക്കൽ അറിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കൽ അറിഞ്ഞിരിക്കണം, ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൽക്കരി കുത്തിയിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇപ്പൊ ഈ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് വിദ്യാഭ്യാസം ലഭിച്ചവർ വേണമല്ലോ. റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനസ്സിലാക്കൽ എന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗത്തിൽ കാണാം.